വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന ആഭരണങ്ങളെക്കാൾ എത്രയോ വിലമതിക്കുന്നതാണ് ആ ദേവി വിഗ്രഹം. എന്ത് ത്യാഗം സഹിച്ചും ആ ദേവി വിഗ്രഹവും ഇളക്കിയെടുത്തിരിക്കണം. ശ്രീരംഗപുരം ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം പുഷ്പം പോലെ ഇളക്കിയെടുത്തവനാണ് ഈ രംഗൻ. അന്ന് വേലു നമ്മുടെ സംഘത്ത് ചേർന്നിട്ടില്ല. അതുകൊണ്ട് വിഗ്രഹം കൊള്ളയടിക്കാനുള്ള എൻ്റെ അസാമാന്യ കഴിവിനെക്കുറിച്ച് വേലുവിനറിയില്ലല്ലോ. മാരിമുത്തു ശ്രേഷ്ഠരെ, വേലുവിനെ കൂടി സഹായത്തിന് വിട്ടാ മതി. വിഗ്രഹം ഞാൻ പൊക്കിയിരിക്കും. വേലു എന്തിനും തയ്യാറായി ഒപ്പം ഉണ്ടല്ലോ. വേലു എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ മാരിമുത്ത് പ്രമുഖരെ, വേലുവിന് എന്താ പറയാനുള്ളത്? തൃക്കടയൂരപ്പനും ശ്രീപാർവതിയും ഉഗ്രശക്തിയുള്ള മൂർത്തികളാണെന്നാ പറഞ്ഞു കേൾക്കുന്നേ. എനിക്ക് നല്ല ഭയമുണ്ട്. നമുക്കെല്ലാം ദൈവഭയം ഉണ്ടാവണം. ക്ഷേത്രം കൊള്ളയടിക്കുന്ന പദ്ധതി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നിന്നെ സംഘത്തിൽ ചേർന്നത് സാരോപദേശം പറയാനല്ല. കൊള്ളക്കാരന്റെ ലക്ഷ്യം കൊള്ള മുതൽ തന്നെ ആയിരിക്കണം. അവന് ദൈവചിന്ത പാടില്ല, ദൈവഭയവും പാടില്ല. ലക്ഷ്യമിടുന്ന ദേവി വിഗ്രഹം സ്വന്തമാക്കുന്നതുവരെ ഭയമുളവാക്കുന്ന ഒരു മാനസികാവസ്ഥയും പാടില്ല. മനസ്സിലായോ? മനസ്സിലായേ. കൊള്ളയടിക്കാൻ ഞാൻ സഹകരിച്ചോളാം. രംഗ, ഇവനെ വളരെ സൂക്ഷിക്കണം. കൊള്ളക്കാരന് ഒരിക്കലും പാടില്ലാത്ത ദൈവഭയവും മഹാവ്യാധിയും ഇവനെ ബാധിച്ചിരിക്കുകയാണ്. വേണ്ട പരിശീലനം കൊടുത്ത് ഇവന്റെ വ്യാധി മാറ്റിയെടുത്തിരിക്കണം. ശരി മുഖ്യരെ, ഏത് വിഗ്രഹമാണോ കൊള്ളയടിക്കേണ്ടത് ആ വിഗ്രഹത്തോട് തന്നെ നിന്നെ കൊള്ളയടിക്കാൻ ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കൊള്ളക്കാരുടെ ഒരു രീതി. പരിചയസമ്പന്നനായ നീ എന്തു മാർഗം ഉപയോഗിച്ചും ആ വിഗ്രഹം കൊള്ളയടിച്ചിരിക്കണം. വേലു, നമ്മുടെ മുഖ്യന് അതൃപ്തി ഉണ്ടാകരുത്. നീ എനിക്കൊപ്പം നിന്നാ മതി. വിഗ്രഹം ഞാൻ പൊക്കിക്കോളാം. വേലു, വാതിൽ അനങ്ങുന്ന പോലും ഇല്ലല്ലോ. തുറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് പിന്മാറുന്ന നല്ലത്. പിന്മാറാനോ? വാതിൽ തുറന്നാലേ ലക്ഷങ്ങളാ. നീ ഇവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു.
വളരെ കഠിനമായൊരു കടമ്പ കടന്നു. ഇനി ദേവീക്ഷേത്ര ശ്രീകോവിന്റെ വാതിൽ ചെറുതാണ്. കുറച്ചുകൂടെ അധ്വാനിച്ചാൽ അതും തുറന്നു കിട്ടും. വാ. പൂജ കഴിഞ്ഞ് ക്ഷേത്രം അടച്ച് എല്ലാവരും പോയി. സമയം അർദ്ധരാത്രി കഴിയുകയും ചെയ്തു. പിന്നെങ്ങനെയാ ശ്രീകോവിൽ തുറന്നു കിടക്കുന്നത്? വാ. ആഭരണങ്ങൾ എവിടെ? ശ്രീകോവിൽ തുറന്നു കിടക്കുന്നത് മാത്രോ? ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ആഭരണങ്ങളിൽ ഒരെണ്ണം പോലും വിഗ്രഹത്തിൽ കാണുന്നുമില്ല. രാത്രികാലങ്ങളിൽ വിഗ്രഹത്തിൽ നിന്ന് മാല അഴിച്ചു മാറ്റാറില്ലെന്ന തിരുമേനി പറഞ്ഞേ. എന്നിട്ടും മാലയൊന്നും കാണാനുമില്ല. അടച്ചിട്ടുപോയ ശ്രീകോവിൽ തുറന്നു കിടക്കുന്നു. എന്തോ വലിയൊരു ആപത്തുണ്ട്. ശരി രംഗ, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. വരൂ. എന്താ പകച്ചു നോക്കുന്നത്? ക്ഷേത്രത്തിൽ കടന്നു കയറിയിട്ട് വിഗ്രഹത്തിൽ ആഭരണങ്ങളൊന്നും കണ്ടില്ലേ? നിങ്ങളാരാ? എങ്കിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആഭരണങ്ങളാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എന്താ മോഷ്ടിക്കുന്നില്ലേ? അയ്യോ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ ക്ഷേത്രം കാവൽക്കാരായ തമ്പുരാനും തമ്പുരാട്ടിയുമാണ്. സദാ നേരവും ഞങ്ങൾ ജാഗരൂകരായിരിക്കും. ഈ ക്ഷേത്രത്തിൽ നിന്നും ഒരു കച്ചിത്തുരുമ്പ് പോലും അപഹരിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞങ്ങളൊന്നും അപഹരിച്ചിട്ടില്ല, ഇനി അപഹരിക്കുകയില്ല. തമ്പുരാക്കൾ അടിയന്മാരെ പോകാൻ അനുവദിക്കണം. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല, ഏതോ അത്ഭുത ശക്തിയുള്ളവരാണ്. നിങ്ങളുടെ നോട്ടവും ഭാവങ്ങളും അടിയങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അടിയങ്ങളുടെ അപരാധം പുറത്ത് വിട്ടയക്കണം, മാപ്പ് തരണം. തമ്പുരാക്കടെ കാല് വീണ് മാപ്പ് അപേക്ഷിക്കുന്നു. മാപ്പാക്കണം, മാപ്പാക്കണം, മാപ്പാക്കണം. പൊറുക്കണം.
എഴുന്നേൽക്കൂ. ഇരുവർക്കും നല്ല ആരോഗ്യമുണ്ടല്ലോ. ജോലി ചെയ്ത് മാന്യമായി ജീവിച്ചുകൂടെ? ജീവിച്ചോളാമേ. ഇന്നത്തോടെ മോഷണം നിർത്തി. ഇനി ഒരിക്കലും അടിയങ്ങൾ മോഷ്ടിക്കില്ല തമ്പുരാനെ. ഇനി മുതൽ മാന്യമായ തൊഴിലും നിറഞ്ഞ ഈശ്വര ഭക്തിയുമായി അടിയങ്ങൾ ജീവിച്ചോളാമേ. സത്യം, സത്യം തമ്പുരാനെ, സത്യം. കുറ്റം ചെയ്തതിന് ഞങ്ങൾ നിങ്ങൾക്കൊരു ശിക്ഷ വിധിക്കുന്നു. ഇരുവരും ക്ഷേത്രം കഴുകി വൃത്തിയാക്കുക. നേരം പുലർന്ന് മേൽശാന്തിയും ഭക്തരും എത്തുന്നതുവരെ ശുദ്ധികർമ്മം തുടരുക. അയ്യോ, നേരം പുലർന്ന് ഭക്തജനങ്ങൾ എത്തിയാൽ കള്ളന്മാരായ അടിയങ്ങളെ അവർ തല്ലിച്ചതയ്ക്കും. പാടില്ല വേലു, ഓടി രക്ഷപ്പെടാം. കാലനങ്ങുന്നില്ലല്ലോ. എന്താ ഓടാതെ തറഞ്ഞു നിന്നുപോയത്? ഞങ്ങൾ ഏൽപ്പിച്ച പണി പൂർത്തിയാക്കാതെ അണുവിട ചലിക്കാനാവില്ല നിങ്ങൾക്ക്. എന്താ ക്ഷേത്രം കഴുകി വൃത്തിയാക്കില്ലേ? കൽപ്പന പോലെ, കൽപ്പന പോലെ. എങ്കിൽ പണി ആരംഭിച്ചോളൂ. ഇനി നിങ്ങൾക്ക് നടക്കാനാകും. വേലു, ദൈവങ്ങൾക്ക് അപാര ശക്തിയുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. ഇവർ തമ്പുരാക്കളുടെ വേഷം ധരിച്ചു വന്ന ഭഗവാനും ഭഗവതിയും തന്നെയാണ്. ഒരു സംശയമില്ല. തമ്പുരാട്ടി നിന്നെടുത്ത് നോക്കുമ്പോ തമ്പുരാൻ, തമ്പുരാൻ നിന്നെടുത്ത് നോക്കുമ്പോ തമ്പുരാട്ടിയും. പെരും കള്ളന്മാരെ നമ്മളെ ഇട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കാൻ ദൈവങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. എന്തായാലും ഇനി ഒരു ക്ഷേത്രത്തിലും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. ദൈവങ്ങളോടുള്ള കളി തീക്കളിയാണ് വേലു. വരൂ, നമുക്ക് അടിച്ചു തളി ആരംഭിക്കാം. വാ. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? പുറത്തെ വാതിലാരാ തള്ളി തുറന്നത്? നാം അടച്ചുപൂട്ടിപ്പോയ ദേവീക്ഷേത്രം ആരാണ് തുറന്നത്? വിഗ്രഹത്തിലെ ആഭരണങ്ങളൊക്കെ എവിടെ? രംഗനും വേലു എന്താ ഇവിടുത്തെ നിലം വൃത്തിയാക്കുന്നത്? കഴിഞ്ഞ രാത്രിയിൽ എന്താ നടന്നത്? പൊന്നു തിരുമേനി, മാപ്പ് തരണം. അടിയങ്ങൾ വർത്തക പ്രമാണിമാരല്ല, ക്ഷേത്രം കവർച്ചക്കാരാ. ഇന്നലെ രാത്രി കമ്പിപ്പാര ഉപയോഗിച്ച അടിയങ്ങൾ പുറത്തെ വാതിൽ തുറന്നത്. വന്നപ്പോ ദേവീക്ഷേത്രം തുറന്നു കിടക്കുന്നു. വിഗ്രഹത്തിൽ ആഭരണങ്ങളൊന്നും കാണാനുമില്ല. അപകടം മനസ്സിലാക്കി ഞങ്ങൾ രക്ഷപ്പെടാനായി ഓടുമ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആഭരണങ്ങൾ അടിഞ്ഞ് ദേവി തൊട്ടു മുമ്പിൽ.
ഓടുമ്പോ തൊട്ടു മുമ്പിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. മഹാപാപം ചെയ്യാൻ ഒരുങ്ങിയതിന് മാപ്പപേക്ഷിച്ച് ദേവീദേവന്മാരുടെ കാൽക്കൽ വീണപ്പോൾ നേരം വെളുക്കുവോളം നിലം കഴുകാനുള്ള ശിക്ഷ അവർ വിധിച്ചതാണ് തിരുമേനി. നിലം കഴുകാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാ. ഓടാൻ കാല് പൊങ്ങിയില്ല തിരുമേനി. മാപ്പ് തരണം തിരുമേനി. ഈ കള്ളന്മാരെ വെറുതെ വിടാൻ പാടില്ല തിരുമേനി. മഹാപാപികളെ തല്ലിച്ചതയ്ക്കണം. അരുത്. എന്താ വർത്തക പ്രമാണിമാരെ, തൃക്കടയൂരപ്പന്റെയും പാർവതീദേവിയുടെയും ശക്തിപ്രഭാവങ്ങൾ ഇപ്പൊ ബോധ്യമായോ നിങ്ങൾക്ക്? ബോധ്യമായേ. ഞങ്ങൾ ഇനി ഒരു കാലവും ഭഗവാന്മാരുടെ മുതലെന്നല്ല ആരുടെ മുതലും മോഷ്ടിക്കില്ല. തൃക്കടയൂരപ്പന്റെയും ദേവിയുടെയും ഭക്തദാസന്മാരായി കഴിഞ്ഞുകൊള്ളാമേ. തിരുമേനി, ഇവർ മഹാശിവഭക്തരാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പരിചയപ്പെടുത്തിയതുകൊണ്ട് തിരുമേനി വിശ്വസിച്ചു. പക്ഷേ ഇവർ പെരുങ്കള്ളന്മാരാണെന്ന് പൂങ്കുടി നേരത്തെ മനസ്സിലാക്കി. അതെ തിരുമേനി, ഇവരുടെ കള്ള നോട്ടവും പാത്തും പതുങ്ങിയുള്ള നടത്തം കണ്ടപ്പോഴേ ഞാനത് മനസ്സിലാക്കി. ഇവരെ കൊട്ടാരത്തിൽ എത്തിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കണം തിരുമേനി. ഹരിത തിരുമേനി, തികഞ്ഞ ശിവഭക്തരായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ ഞങ്ങൾക്കൊരവസരം തരണം. മകളെ, പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നമ്മൾ രണ്ട് കുറ്റവാളികളെ കൽത്തുറങ്കിലേക്കല്ല, രണ്ട് ഭക്തന്മാരെ ശിവമാർഗത്തിലേക്ക് നയിക്കുന്നു. ശംഭു മഹാദേവ. ശംഭു മഹാദേവ. ആ, ഇനി എല്ലാരും വന്നോളൂ. നിർമ്മാല്യത്തിനുള്ള സമയമായി. ആ, മീനാക്ഷി. ആ, വള്ളിയമ്മയോ? ക്ഷേത്ര ദർശനമൊക്കെ ഭംഗിയായിട്ട് നടന്നോ? ആദ്യം വസുമതിയുടെ അവസ്ഥ അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം വിശേഷങ്ങൾ. കനിമഴ. ആഹാ, വസുമതി ഇപ്പോ ആകെ മാറിയിരിക്കുന്നല്ലോ. മുഖത്തിപ്പോ ക്ഷീണമില്ല, തളർച്ചയും വിളർച്ചയും ഒക്കെ മാറിയിരിക്കുന്നു. മീനാക്ഷിയും പൂങ്കൊടിയും ചേർന്ന് എന്നെ കയ്പുനീര് കുറെ കുടിപ്പിച്ചു. അമ്മ വൈദ്യരോട് പറഞ്ഞ് പ്രത്യേകം തയ്യാറാക്കിയ കയ്പ് നിറഞ്ഞ മരുന്നേ വസുമതിക്ക് ഏറെ ഫലം ചെയ്തു. എഴുന്നേറ്റ് നടക്കാനാവുന്ന അവസ്ഥയിലായില്ലെന്ന് മാത്രം. ആ, ഇനി വള്ളിമണാളപുരത്തെ വിശേഷങ്ങൾ കേൾക്കട്ടെ. ഞങ്ങള് ജന്മനാട്ടിൽ ചെന്ന വിവരം ഭൈരവി അമ്മായി അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. അവരിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് ഞങ്ങളോട് കൂറും സഹതാപവുമുള്ള 2-3 പേരെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്ന വിവരം വഴിപോലെ ഭൈരവിയെ അറിയിക്കാമെന്നും അവർ സമ്മതിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിലും ഒരു ക്ലേശവും ഉണ്ടായില്ല. തൃക്കടയൂരപ്പൻ അനുഗ്രഹിച്ച് അങ്ങോട്ട് അയച്ചു, വള്ളിമണാളപുരത്തപ്പൻ അനുഗ്രഹിച്ച് ഇങ്ങോട്ടും അയച്ചു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാവാം. നമുക്ക് ഭക്ഷണം കഴിക്കാം അമ്മേ. അപ്പോ വസുമതിയോ?
ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചോളൂ. വരൂ. ശിവായ. എന്താ തിരുമേനി ഇത്? പ്രസാദത്തിന് വേണ്ടി വിശ്വാസികൾ വന്ന് കാത്തു നിൽക്കുന്ന കണ്ടില്ലേ? ക്ഷേത്രം മേലധികാരിയായ നമുക്കും പ്രസാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടോ? ക്ഷമിക്കണം അധികാരി അദ്ദേഹം. നമുക്ക് ദേവീക്ഷേത്രത്തിലും ഉപദേവതാ സ്ഥാനത്തും പൂജ കഴിക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടിയേ പോയത്. അധികാരി അദ്ദേഹം, ഇന്ന് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷാൽ പുണ്യദിനമാണ്. ഭഗവാന് 5000 ധാര കടിക്കേണ്ട അപൂർവ പുണ്യദിനം. ധാരയ്ക്കുള്ള ശുദ്ധജലം ഏർപ്പാടാക്കണം.